മിഥുന്റെ അമ്മ എത്തിയിരിക്കുകയാണ്. ബന്ധുക്കളെ കണ്ട ഉടൻ തന്നെ പൊട്ടിക്കരയുന്ന ആ അമ്മയാണ് നമ്മൾ കണ്ടത്. വേറൊരു അമ്മയ്ക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ അമ്മ കുവൈറ്റിലേക്ക് പോയത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മകന്റെ വിയോഗത്തിൽ തിരികെ എത്തുകയാണ് സുജ. മിഥുന്റെ അമ്മ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയില്ല. ഈ ദുഃഖം താണ്ടി വരാൻ അവർക്ക് സാധിക്കട്ടെ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മിഥുന്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ രാഹുൽ വിശ്വനാഥ് ഉണ്ട്. രാഹുൽ, മിഥുന്റെ അമ്മ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് മിഥുന്റെ അമ്മ വീട്ടിലേക്ക് എത്തുക? അവിടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? മനോജ്, ലക്ഷ്മി, അമ്മ റോഡ് മാർഗമാകും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്തുക. ഏതാണ്ട് 5 മണിക്കൂറോളം 4 മുതൽ 5 മണിക്കൂർ വരെ വേണം റോഡ് മാർഗം ഇവിടേക്ക് എത്താൻ. എന്നാൽ ഇന്നലെ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു പോലീസിൻ്റെ സഹായത്തോടു കൂടി യാത്ര വേഗത്തിലാക്കി അമ്മയെ വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്യുമെന്ന്. എന്തായാലും അത് തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഉച്ചയോടുകൂടി അമ്മ ഈ വീട്ടിലേക്ക് അനന്തരയിലെ വീട്ടിലേക്ക് എത്തും. എന്തായാലും സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാരം നടക്കുന്ന സ്ഥലം അത് തയ്യാറാക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണ്. എന്തായാലും വീട്ടിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ചയോടുകൂടി അമ്മയെത്തും. ഓരോ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ മിഥുൻ കടന്നു വന്ന വഴികളിലൊക്കെ അവനെ അറിയാവുന്ന, അവനെ കേട്ടുപരിചയമുള്ള, അടുത്തറിയുന്ന മനുഷ്യരൊക്കെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ചമ്മ തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. അച്ചമ്മയോടാണ് അവരെല്ലാം കാര്യങ്ങൾ പറയുന്നത്. ആശ്വസിപ്പിക്കാൻ എന്തു പറയും എന്ന് അവർക്കറിയില്ല. അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നിസ്സഹായരായാണ് ഓരോ മനുഷ്യരും വന്നു മടങ്ങുന്നത്. ഒപ്പം ഇരിക്കുക, അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വാക്കും അവർക്ക് പറയാനറിയില്ല, അല്ലെങ്കിൽ പറയാനില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ ദൗർഭാഗ്യകരമായി ഒരു നഷ്ടം, ആ നഷ്ടം ഉണ്ടാകുമ്പോൾ അതിലെന്തു പറയും എന്നുള്ളത് തന്നെയാണ്. അവർ ഇവിടെ 2-3 ദിവസമായി ഈ വീട്ടിൽ വന്ന് ഈ മനുഷ്യരോടൊപ്പം ഇരിക്കുന്ന ആളുകളുണ്ട്. അതേ മുഖങ്ങൾ തന്നെ നമുക്ക് കാണാം. സ്കൂളുമായി ബന്ധപ്പെട്ടവരുണ്ട്, മുൻപ് പഠിച്ച സ്കൂളിലെ ആളുകളുണ്ട്. എന്തായാലും അമ്മ ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ വിളിച്ച് തിരക്കുകയാണ്. അമ്മ വന്നു, അമ്മയോടൊപ്പം ഉണ്ടാകണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുകയാണ് ബന്ധുക്കൾ. എന്നാലും അമ്മ ഉച്ചയോടുകൂടി എത്തും. റോഡ് മാർഗമാകും അവിടുന്ന് വരിക. ഇവിടെ നിന്ന് രാവിലെയാണ്, പുലർച്ചെയാണ് സുജിനും അടുത്ത ബന്ധുക്കളും അമ്മയെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിളിക്കാനായി പോയത്. എന്തായാലും ഇവിടേക്ക് തന്നെ എത്തും. ഇവിടെ എന്തായാലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 10 മണിക്ക് സ്കൂളിലാണ്, തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് പൊതുദർശനം നടക്കുക. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹം അങ്ങോട്ടേക്കാണ് ആദ്യം എത്തിക്കുക. പിന്നീട് അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും.